ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇതുപോലത്തെ ഒരു സാധാരണ സീലിംഗ് ഫാൻ ഒരു BLDC ഫാനാക്കി കൺവേർട്ട് ചെയ്യാൻ പോണെയാണ്. BLDC ഫാനിൽ സാധാരണ സീലിംഗ് ഫാൻ വെച്ച് കമ്പയർ ചെയ്യണമെങ്കിൽ ആകെ 1/3 കറണ്ട് മാത്രം എടുക്കുകയുള്ളൂ. അതുകൊണ്ട് കറണ്ട് നല്ലോണം ലാഭിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഫാൻ എങ്ങനെയാണ് BLDC ഫാനായിട്ട് കൺവേർട്ട് ചെയ്യാൻ നോക്കാം. അതിനുവേണ്ടി നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നോർമൽ സീലിംഗ് ഫാന് BLDC ഫാനായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഞാനൊരു കിറ്റ് ഓൺലൈനിൽ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കിറ്റ് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതാണ് കിറ്റിൻ്റെ കൂടെ കിട്ടുന്ന കൺട്രോളർ. ഇത് കൺട്രോളറിന് വേണ്ടിയുള്ള കേസാണ്. ഇതൊരു പെർമനന്റ് മാഗ്നറ്റിൻ്റെ റിമ്മാണ്. പിന്നെ ഇതാണ് അതിനകത്ത് തന്നെ കോയിൽ. ഇത് കേസ് മുഴുവനും നല്ല ഭംഗിയായിട്ട് കവർ ചെയ്യാൻ വേണ്ടി ഇതുപോലത്തെ ഒരു കവർ വന്നിട്ടുണ്ട്. പിന്നെ ഫാൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരു റിമോട്ട് വന്നിട്ടുണ്ട്. ഞാനൊരു കേടായ സീലിംഗ് ഫാൻ എടുത്തിട്ടുണ്ട്. ആ ഫാനാണ് ഞാൻ BLDC ഫാനാക്കി കൺവേർട്ട് ചെയ്യാൻ പോകുന്നത്. അതിന് നമുക്ക് ഇത് അയച്ചു നോക്കാം. ഇതാണ് പ്രൈമറി വൈൻഡിങ്. ഇതിൻ്റെ ചുറ്റിലുള്ള മെറ്റൽ റിമ്മാണ് ഇതിൻ്റെ സെക്കൻഡറി വൈൻഡിങ്. പ്രൈമറി വൈൻഡിങ്ങിൽ കറണ്ട് വരുമ്പോൾ സെക്കൻഡറി വൈൻഡിങ് മാഗ്നറ്റൈസ് ആവും. അത് കാരണം ഈ ഫാൻ റൊട്ടേറ്റ് ആവും. ഇൻഡക്ഷൻ മാഗ്നറ്റ് മാറ്റിയിട്ട് ഇതിൻ്റെ പകരം ഇവിടെ സിമ്പിൾ പെർമനന്റ് മാഗ്നറ്റിൻ്റെ റിമൂവ് ഫിറ്റ് ചെയ്യും. പിന്നെ ഇതിൻ്റെ കോയിൽ മാറ്റിയിട്ട് BLDC ടൈപ്പ് കോയിൽ ഫിറ്റ് ചെയ്യും. ഫാനിൻ്റെ ബേസ് പ്ലേറ്റ് ഞാൻ ഊരെടുത്തിട്ടുണ്ട്. എൻ്റെ ബെയറിംഗ് കംപ്ലൈൻ്റ് ആണ്, ഇതിൽ ചെക്ക് ചെയ്യണം. എൻ്റെ ബെയറിന് കംപ്ലൈൻ്റ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഷാഫ്റ്റ് ഫിറ്റ് ചെയ്യാം. കോയിൽ ഞാൻ ഫാനിൻ്റെ ടോപ്പ് പ്ലേറ്റിലാണ് ഫിക്സ് ചെയ്തേക്കണം. കോയിലും പെർമനന്റ് മാറ്റിൻ്റെ ഇടയിൽ ഞാൻ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ഇങ്ങനെ ചുറ്റിലും വെച്ച് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ പെർമനന്റ് മാറ്റും കോയിലിൻ്റെ ഇടയിൽ ഗ്യാപ്പ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഇത് പറയുമ്പോൾ ഫ്രിക്ഷൻ കാരണം ചൂടാവും. പിന്നെ പെർമനന്റ് മാറ്റ് ഞാൻ ഫാനിൻ്റെ ടോപ്പുമ്പോൾ ഒരു ഇതുപോലത്തെ ക്ലാമ്പ് വെച്ചിട്ട് താത്തിയിട്ട് RRD ഒട്ടിച്ചിട്ടുണ്ട്. മാഗ്നറ്റ് ഒട്ടിച്ചിട്ട് ഇപ്പോൾ 24 മണിക്കൂർ കഴിഞ്ഞ്. ഇനി നമുക്ക് ഇന്ന് ഒട്ടിച്ചിട്ടുള്ള എല്ലാ സപ്പോർട്ടൊക്കെ ഊരെടുത്ത് മാറ്റാം. ഇൻസുലേറ്റർ വെച്ചാൽ മെഡൽ ഗ്യാപ്പുള്ള കാരണം ഇപ്പോൾ കോയിൽ ഇതിൻ്റെ അകത്തിരുന്ന് ഫ്രീ ആയിട്ട് കറങ്ങുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ചുറ്റിലുള്ള ക്ലാമ്പ് ഊരെടുക്കാം. ഇനി നമുക്ക് ഫാനിൻ്റെ കേസ് എല്ലാം കൂടി ഒരുമിച്ച് ക്ലോസ് ചെയ്യാം. അടുത്തത് നമുക്ക് PCB ഈ കവറിൽ സ്ക്രൂ വെച്ച് ഉറപ്പിക്കാം. ബോർഡ് കവറിന് സ്ക്രൂ വെച്ച് ഉറപ്പിച്ചിട്ടുണ്ട്. ഈ ബോർഡിലേക്ക് ആകെ 2 കണക്ഷനുകളും. ഒന്ന് ബോർഡിൻ്റെ ഇൻപുട്ട് 220 വോൾട്ട് AC, പിന്നെ ബോർഡിൻ്റെ ഔട്ട്പുട്ട് അതായത് BLDC റോട്ടറിലേക്കുള്ള കണക്ഷന്. കവർ ഞാൻ ഷാഫ്റ്റുമ്പോൾ ഒരു കേബിൾ ടൈ വെച്ചാണ് കെട്ടണത്. പിന്നെ ഈ ഫാനിൻ്റെ റോട്ടറിൻ്റെ കണക്ഷന് PCB ആയിട്ട് കണക്ട് ചെയ്യണം. അതിന് ശേഷം
ഫാൻ അസംബിൾ ചെയ്ത് കഴിഞ്ഞ് സീലിംഗ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. BLDC ഫാൻ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഫാൻ റെഗുലേറ്റർ ഉപയോഗിക്കാൻ പാടില്ല, അതിൻ്റെ പകരം റിമോട്ടാണ് ഉപയോഗിക്കേണ്ടത്. ഈ ഫാൻ വാങ്ങിച്ച കോൺടാക്ട് നമ്പർ ഞാൻ യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് അവരുടെ അടുത്ത് ഇൻഫോം ചെയ്താൽ മതി ഏത് ടൈപ്പ് ഫാനാണ് വേണ്ടതെന്ന്. ഇനി നമുക്ക് ഫാൻ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പം സ്പീഡ് 1 കിടക്കണം. അടുത്ത സ്പീഡ് 2, സ്പീഡ് 3, സ്പീഡ് 4, സ്പീഡ് 5, പിന്നെ H സ്പീഡ്, അതായത് ഹൈ സ്പീഡ് 6 ആണ്. പിന്നെ ഏറ്റവും ഹൈ സ്പീഡ് ടർബോ മോഡാണ്, അത് 7 ആണ്. ഇതാണ് ഫാൻ്റെ മാക്സിമം സ്പീഡ്. ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ അടുത്ത ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് എത്ര അവർ വർക്ക് ചെയ്യണമെന്ന് സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ അകത്ത് 1 hour ഉണ്ട്, 4 hour ഉണ്ട്, 8 hour ഉണ്ട്. അതായത് സ്പീഡ് മോഡ് സെലക്ട് ചെയ്തിട്ട് ഈ ബട്ടൺ പ്രസ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ അകത്ത് എത്ര മണിക്കൂർ എഴുതിയിട്ടുണ്ട് അത്ര നേരം വർക്ക് ചെയ്തിട്ട് ഓട്ടോമാറ്റിക് ഓഫ് ആവും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി നമുക്ക് പുതിയൊരു ടെക്നിക്കൽ വീഡിയോ ഇട്ട് പിന്നെയും കാണാം. ബൈ.